സുരേഷ് ഗോപി അടുത്ത തവണ നടന്ന ജയിച്ചില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഒഴിവായി പോയ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു വലിയ വിഭാഗം വിശ്വാസികളെ BJPയോട് ചേർത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണ് ABC മലയാളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആഴത്തിലുള്ള വിശകലനങ്ങളിലേക്ക് കടക്കും മുമ്പ് പ്രേക്ഷകരോട് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആദ്യം നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ആരാണ് വിജയിക്കുന്നതെന്ന് പ്രവചിക്കാനുള്ള അവസരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. എത്രയും വേഗം ആ അവസരം വിനിയോഗിക്കുക. നമ്മൾ തുടക്കം തന്നെ 2019-ലെയും 2024-ലെയും പാർലമെൻറ്റ് ഇലക്ഷനിൽ വിജയിച്ച ആൾക്കാരുടെ സവിശേഷ വ്യക്തിത്വങ്ങളാണെങ്കിൽ അവരുടെ പേരുകൾ, പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ കടന്ന് 19-ലും 24-ലും ഉള്ള കണക്കുകൾ വച്ചിട്ട് തുടങ്ങും. തീർച്ചയായിട്ടും. ഇപ്പോൾ 2019 തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുന്നത് കോൺഗ്രസിൻ്റെ TN പ്രതാപന, പരാജയപ്പെടുത്തുന്നത് രാജാജി മാത്യു തോമസിനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമാണ്. ആ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റ് അവിടെ മത്സരിച്ചിട്ട് 2,93,822 വോട്ട് പിടിച്ചെടുത്തു. അത്രയും വലിയ സ്വാധീനം BJPക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി ജയിക്കുമെന്ന പ്രതീതി വരെ ഉണ്ടാക്കി. പക്ഷേ രാജാജി മാത്യു 3,21,456 വോട്ടാണ് പിടിച്ചത്. വിജയിച്ച TN പ്രതാപൻ 4,15,089 വോട്ടും പിടിച്ചു. അതുകൊണ്ട് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു. ശക്തമായ ത്രികോണ മത്സരം എന്നാണ് പറയുന്നത്. VS സുനിൽകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെയാണ് CPI രംഗത്തിറക്കിയത്. സുരേഷ് ഗോപി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഇവിടെ മത്സരിക്കുന്ന സമയത്താണ് ഈ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത്. എന്തായാലും സുരേഷ് ഗോപി ഇതാദ്യമായിട്ട് BJPക്ക് വേണ്ടി ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കുന്ന ഒരു കാഴ്ചയാണ് 2024 കണ്ടത്. ഈ പറയുന്ന രാജാജി മാത്യുവിന് പകരം VS സുനിൽകുമാർ വന്നു. സുനിൽകുമാറിന് വലിയ ഇമേജ് ഉണ്ടായിരുന്നുവെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും 2019-2024 ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ നമ്മളൊന്ന് കണക്കിലെടുത്താൽ 2019 UDFന് 44.3% വോട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം 2024 ആയപ്പം UDFന്റെ വോട്ട് ഷെയർ എന്നുള്ളത് 31% കുറഞ്ഞു. ഏതാണ്ട് 13% വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇവിടെ LDFന് 2019 ഏതാണ്ട് 24.7% ഉണ്ടായിരുന്നത് 2024 ആയപ്പം 26% വർദ്ധിച്ചു. ഏതാണ്ട് 1%-ലധികം വർധനവ്. പക്ഷേ BJPയുടെ വർധനവെന്ന് പറയുന്നത് ഇരു മുന്നണികളെയും ഒരുപോലെ ഞെട്ടിച്ചതാണ്. 29.9% വോട്ടുകൾ സമാഹരിച്ച BJP 2019 നിന്ന് 2024 എത്തിയപ്പോൾ 41.8% വോട്ട് സമാഹരിച്ചു. അങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു കയറുന്നത്. അതിനു മുമ്പ് ഞാനിങ്ങ് തൃശ്ശൂർ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപി ഒരുപാട് ട്രോൾ ചെയ്ത, പക്ഷേ എന്തുകൊണ്ടോ ജനങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ കൂടെ നിന്നു. ഇനി മൊത്തത്തിൽ ഈ മണ്ഡലത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ നോക്കിയാൽ പണ്ട് മുതൽ തന്നെ CPI കോൺഗ്രസ്, അതായത് CPIക്ക് വേണ്ടിയിട്ട് LDF വിട്ടുകൊടുത്ത ഒരു ലോക്സഭാ മണ്ഡലം എന്ന് പറയാം. 1951 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ണി ചാലക്കൽ എന്ന് പറയുന്ന ആളാണ് അവിടെ നിന്ന് വിജയിക്കുന്നത്. അന്ന് പക്ഷേ തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്നു ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്. പരാജയപ്പെടുത്തിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. പിന്നീട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറി വരുന്നു. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയാണ് 2024, 2019 വന്നപ്പം TN പ്രതാപനായി, 2014 വന്നപ്പോൾ CN ജയദേവ്, അദ്ദേഹം KP ധനപാലിനെ പരാജയപ്പെടുത്തിയാണ് അന്ന് വിജയിച്ചത്. 2009 PC ചാക്കോയാണ് അവിടെ നിന്ന് വിജയിച്ചത്. അന്ന് പരാജയപ്പെടുത്തിയതും ജയദേവൻ തന്നെയായിരുന്നു. അതിനുശേഷം 2004 മുൻപ് കണ്ടാൽ അവിടെ നിന്ന് ഈ പറയുന്ന CK ചന്ദ്രപ്പൻ വിജയിച്ച് കയറി. CK ചന്ദ്രപ്പൻ്റെ ഒരു അഭിമാന പോരാട്ടം എന്നൊക്കെ അന്ന് കരുതിയതാണ്. അന്ന് AC ജോസിനെയാണ് പരാജയപ്പെടുത്തിയത്. അതിന് തൊട്ട് മുമ്പ് വർഷം, അതായത് 1999 AC ജോസാണ് വിജയിച്ചത്. അതിനു മുമ്പ് 1996-ലും 98-ലും VV രാഘവൻ അവിടെ നിന്ന് വിജയിച്ച് കയറി. VV രാഘവൻ എന്ന് പറഞ്ഞ് കരുണാകരനെയൊക്കെ അട്ടിമറിച്ച് വലിയ പേരെടുത്ത ഒരു CPIയുടെ നേതാവ്. അങ്ങനെ തുടർച്ചയായിട്ട് CPIക്കും കോൺഗ്രസിനും മാറി മാറി ലഭിച്ചുകൊണ്ടിരുന്ന ഈ തൃശ്ശൂർ മണ്ഡലമാണ് സുരേഷ് ഗോപിയിലൂടെ BJP പിടിച്ചെടുത്തത്. പക്ഷേ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സുരേഷ് ഗോപി നേടിയ നേട്ടം അത്ര കാര്യമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട് അല്ലേ? പ്രതിഫലിച്ചിട്ടില്ല. സർ, പിന്നെ സാറിലേക്ക് വരും മുമ്പ് നമുക്ക് പ്രേക്ഷകർക്കായിട്ട് നമ്മുടെ ആ തൃശ്ശൂർ മണ്ഡലത്തിൽ 2016-ലും 2021-ലെയും കണക്കുകൾ ഞാൻ വേഗത്തിൽ വായിക്കുകയാണ്. 2016 1,72,358 ടോട്ടൽ ഇലക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. അത് 73.8% പോൾ ചെയ്തു. അതായത് 1,27,000 സംതിങ് ആണ് പോൾ ചെയ്തത്. അന്ന് വിജയിച്ചത് VS സുനിൽകുമാർ ആയിരുന്നു. അദ്ദേഹത്തിന് 6,987 ആണ് അദ്ദേഹത്തിന് ലഭിച്ച മാർജിൻ. 42.19 ആണ് വോട്ടിംഗ് പെർസെൻറ്റേജ്. പത്മജ വേണുഗോപാൽ എന്നവിടെ പിന്നെ മത്സരിച്ചത് സാർ ഓർക്കുന്നുണ്ടാവും.
അപ്പോൾ അവർ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു. 46,000 പരം വോട്ടുകളാണ് അവർക്ക് ലഭിച്ചത്. പിന്നെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് BJPയുടെ സ്ഥാനാർത്ഥി. അന്ന് ഇപ്പോൾ പത്മജ അപ്പുറത്ത് പോയെങ്കിലും അന്ന് അദ്ദേഹത്തിന് കിട്ടിയത് 24,000 പരം വോട്ടുകളാണ് കിട്ടിയത്. ഇനി 21 വരുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറവാണ് വരുന്നത്. 73 നിന്ന് 70 വരുന്നു. അപ്പോൾ 1,29,000 വാസ്തവത്തിൽ അവിടെ പോൾ ചെയ്തത്. ശതമാനവും കുറവുണ്ട്. അന്ന് പി ബാലചന്ദ്രനായിരുന്നു LDFൻ്റെ വിജയിച്ച് കയറിയത്. 946 വോട്ടുകളുടെ ഭൂരിപക്ഷം നന്നായി കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ പത്മജ വേണുഗോപാൽ വീണ്ടും അവിടെ മത്സരിക്കുന്നു. പിന്നെ സുരേഷ് ഗോപിയാണ് അന്ന് അവിടെ മത്സരിച്ചത്. 40,457 വോട്ട്. അപ്പോൾ കുറച്ച് വോട്ടുകളുടെ വ്യത്യാസം 24 നിന്നാണ് ഈ 40 വരുന്നത്. ഇനി ഇത് നമ്മുടെ പെർസെൻറ്റേജ് കണക്കാണ്. ഇനി ആ നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മുണ്ടശ്ശേരി മാസ്റ്റർ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്ന ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ്. അതേക്കുറിച്ച് വിശദമായി സാറൊന്ന് പ്രതിപാദിക്കാം. തൃശ്ശൂർ എൻ്റെ നാടാണ്. ഞാൻ തൃശ്ശൂരാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഒരുപാട് കാലം നടത്തിയിട്ടുള്ളത്. ഞാൻ അവിടുത്തെ വിദ്യാർത്ഥി നേതാവായിരുന്നു, യുവജന നേതാവ്, ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. തൃശ്ശൂരിന് വലിയ ചരിത്രമുണ്ട്. 1957 AR മേനോൻ, ഡോക്ടർ AR മേനോൻ, അന്ന് 5 സ്വതന്ത്രന്മാരുടെ പിൻബലത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ ക്രമത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 5 സ്വതന്ത്രന്മാരാണ്. അതിലൊരാൾ AR മേനോനാണ്, വേറൊരാൾ ജോസഫ് മുണ്ടശ്ശേരി. അത് മണലൂർ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതിനുശേഷം ജോസഫ് മുണ്ടശ്ശേരി തന്നെ വീണ്ടും അവിടെ മത്സരിക്കുന്നുണ്ട് പല പ്രാവശ്യം. പക്ഷേ ഒരു 90കൾ മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, കോൺഗ്രസിന് ആധിപത്യം വരുന്നത്. അതിനാദ്യം 91 എനിക്ക് തോന്നുന്നു തേറമ്പിൽ രാമകൃഷ്ണൻ ആദ്യമായി അവിടെ 82 NDP സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത്. അന്ന് അദ്ദേഹം NSSന്റെ അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നു. പിന്നെയുള്ള ഒരു വർഷം AK മേനോൻ അവിടെ ഒരു തവണ 87 ജയിച്ചതൊഴിച്ചാൽ പിന്നെ ഏതാണ്ട് 2011 വരെ അദ്ദേഹം അവിടുത്തെ MLA ആണ്, കോൺഗ്രസ് MLA ആണ് തെറമ്പിലിനെ എനിക്ക് നന്നായിട്ട് അറിയാം. തെറമ്പിൽ വളരെ ജനകീയനാണ്, ആളുകളായിട്ട് വളരെ അടുപ്പമുണ്ട്. കരുണാകരൻ്റെ ആത്മസുഹൃത്തായിരുന്നു. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും തെറമ്പിൽ കരുണാകരൻ്റെ എന്താ പറയുക കയ്യ് എന്ന് പറയാവുന്ന ഒരാളാണ്. ആ അർത്ഥത്തിൽ അവിടെ ആളുകൾ ഒരു നല്ല മനുഷ്യനാണ് എന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒരു വലിയ അഴിമതിയൊന്നും വന്നിട്ടില്ല. നല്ല മന്ത്രിയൊന്നും ആയില്ല, ഒരിക്കൽ സ്പീക്കർ മാത്രമായി ആയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ജീവിച്ച ഒരാളാണ്. പക്ഷേ 2011 ആയപ്പോഴേക്കും ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ 2011 കഴിഞ്ഞപ്പോഴേക്കും അവിടെ മണ്ഡലത്തിന്റെ പുനർനിർണയം നടന്നു. എന്നിട്ടും തേറമ്പിൽ പിടിച്ചു. പിന്നെ തേറമ്പിൽ മത്സരിക്കുന്നില്ല. സുനിൽകുമാർ വരുമ്പോൾ അവിടെ മത്സരിക്കുന്നത് വേറെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ CPIക്ക് അവിടെ നല്ല സ്വാധീനമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അച്യുത മേനോന്റെ ഒരു മണ്ഡലം എന്ന അർത്ഥത്തിലാണ് തൃശ്ശൂരിനെ നമ്മൾ കാണുന്നത്. VV രാഘവൻ ജയിക്കുന്നു, CK ചന്ദ്രപ്പൻ ലോക്സഭയിലേക്ക് ജയിക്കുന്നു, ഒക്കെ ഉണ്ട്. ആ അർത്ഥത്തിൽ ഒരു CPI-കാരൻ എന്നുള്ള നിലയ്ക്കും ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്കും ചേർപ്പ് മണ്ഡലത്തിൽ നിന്ന് അതിനു മുമ്പ് ജയിച്ച ആളാണ്. ചേർപ്പ് മണ്ഡലം ഇല്ലാതായി. അപ്പോൾ സുനിൽകുമാർ ഇവിടെ വരുന്നു. സുനിൽകുമാർ നല്ല രീതിയിൽ അവിടെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം വരുന്നു. അങ്ങനെ സുനിൽകുമാർ അവിടെ ജയിക്കുന്നു നല്ല ഒരു വിധ ഭൂരിപക്ഷത്തിൽ. അന്ന് പൊതുവെ UDFന് അനുകൂലമായ ഒരു LDFന് അനുകൂലമായ ഒരു സാഹചര്യമാണ് 2016 നമ്മുടെ സോളാർ വിവാദവും കാര്യമൊക്കെ എത്തിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ സ്വഭാവം നമ്മൾ അറിയണം. തൃശ്ശൂർ കോർപ്പറേഷൻ അതിൽ വളരെ മേജർ ചങ്കുള്ളൊരു സാധനമാണ്. പിന്നെയുള്ളത് 2-3 ചെറിയ പഞ്ചായത്തുകളാണ്. ഈ 2011 വിഭജനത്തിൽ CPM സാധാരണ ചെയ്യുന്ന ഒരു കാര്യം, ഈ മണ്ഡലത്തോട് ഈ പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു ഘട്ടത്തിൽ ഇതിലേക്ക് നഗരസഭയിലേക്ക് ഇതിനെ അയ്യന്തോൾ പഞ്ചായത്ത് എന്നും CPMന് സ്വാധീനമുള്ളൊരു പഞ്ചായത്താണ്. അയ്യന്തോൾ പഞ്ചായത്ത് ഇങ്ങോട്ട് മാറ്റി വിൽവട്ടം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, ഇതൊക്കെ ഇതിലേക്ക് മാറ്റി. അപ്പോൾ അത് കോർപ്പറേഷൻ വലുതാക്കി. കോർപ്പറേഷൻ LDFന് പിടിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ കഴിഞ്ഞ തവണ പോലും ഒരു സ്വതന്ത്രന്റെ പിന്തുണയോട് കൂടിയാണ്, ഒരു സ്വതന്ത്രനെ മേയറാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ കോർപ്പറേഷൻ ഭരിച്ചത്. ഇത്തവണ നമ്മൾ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഈ തൃശ്ശൂർ നേരത്തെ നമ്മളെ പല മണ്ഡലങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരു നഗരവൽകൃത മണ്ഡലം. അവിടെ RSSന് എന്നും പഴയൊരു സ്വാധീനമുണ്ട്. RSSൻ്റെ ഒരു സ്വാധീന മേഖല തൃശ്ശൂരുണ്ട്. പ്രത്യേകിച്ചും പൂങ്കുന്നം അതുപോലെയുള്ള പ്രദേശങ്ങളിൽ ചില പ്രത്യേക കമ്മ്യൂണിറ്റികളിലൊക്കെ അവർക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. പണ്ടേ ഉണ്ട്, അത് 77 മുതൽക്ക് അതുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗമുണ്ട്. പിന്നെ പഴയ സീതാറാം മില്ല് ആയി ബന്ധപ്പെട്ട് അതിൻ്റെ കുറച്ച് തൊഴിലാളി ഏരിയകളുണ്ട്. പിന്നെ നഗരമുണ്ട്. ഇപ്പം നഗരം വലിയ തോതിൽ മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ നഗരവൽകൃത വോട്ട് എപ്പോഴും ട്രെൻഡിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു കൂട്ടരാണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞു ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ട്. ഞാൻ ഉറപ്പായി പറയുന്നു, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രവചിക്കാം, സുരേഷ് ഗോപി അടുത്ത തവണ ജയിക്കില്ല. ലോക്സഭയിലേക്ക് നല്ല അയാൾ 3ാം സ്ഥാനത്ത് വരും. അതിന് കാരണം
സുരേഷ് ഗോപി അവിടെ ജയിച്ചത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ വോട്ട് വെച്ചാൽ BJPയുടെ വോട്ട് കൊണ്ടല്ല. അവിടുത്തെ കുറേ ചെറുപ്പക്കാർ, ഇയാൾ നല്ലൊരു മനുഷ്യനാണ്, ഇപ്പം നമ്മൾ രാഷ്ട്രീയം നോക്കണ്ട, ഇയാൾക്ക് ചെയ്താൽ മതി. പിന്നെ കരുവന്നൂർ പോലെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇയാളുടെ മണ്ഡലത്തിലാണ് വരുന്നതെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. കരുവന്നൂർ പോലെയുള്ള പ്രശ്നങ്ങൾ, അതിൽ സുരേഷ് ഗോപി എടുത്ത ചില നിലപാടുകൾ, ഇങ്ങനെ കുറേ ഘടകങ്ങൾ പാർട്ടി പ്ലസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ പാർട്ടിക്കാർക്ക് വരെ സുരേഷ് ഗോപിയെ വേണ്ട. തൃശ്ശൂരിലെ പാർട്ടിക്കാർക്ക് സുരേഷ് ഗോപിയെ വേണ്ട. അതുകൊണ്ടാണ് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ, കാരണം കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ഒരു മിഡിൽ ക്ലാസ്, ആ മിഡിൽ ക്ലാസ് അത് ഭൂരിഭാഗവും UDFന്റെ ആയിരുന്നു, പിന്നെയുള്ളത് കുറച്ച് LDFന്റെ ഉണ്ട്. ആ വോട്ട് യഥാർത്ഥത്തിൽ ഇത്തവണ തിരിച്ച് UDFിലേക്ക് വന്നു. അതാണ് ഇപ്പം നമ്മൾ അവിടുത്തെ കണ്ടൊരു പിക്ചർ. അപ്പം തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നില്ല ബാൽസി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബാലേന്ദ്രനോട് സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ബാലേന്ദ്രനെതിരെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നല്ല മനുഷ്യനാണ്, സാഹിത്യകാരനൊക്കെയാണ്, പക്ഷേ ബാലേന്ദ്രന് കൊടുക്കുമെന്നറിയില്ല. തൃശ്ശൂർ പത്മജ തൃശ്ശൂർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്തയുണ്ട്. പത്മജ തൃശ്ശൂർ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ വലിയ തോതിലുള്ള പരാജയമായിട്ടുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, പത്മജയോട് അങ്ങനത്തെ അവിടുത്തെ BJPക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇവർ വന്നു കയറി വരികയാണ്. അവിടെ വർഷങ്ങളായി RSSനും BJPക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ അത്ര ഒരു ഇമേജ് കരുണാകരൻ്റെ മകൾ എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞവണ അവർ നിയമസഭയിൽ ജയിക്കണമായിരുന്നു. അപ്പോൾ കരുണാകരൻ്റെ മകൾ എന്നുള്ളൊരു ഇമേജ് അവർക്കില്ല എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമാണ്. UDFന്റെ സ്ഥാനാർത്ഥി ആര് വരും എന്ന് പറയാൻ പറ്റില്ല. പല ഊഹങ്ങൾ കേൾക്കാനുണ്ട്. സന്ദീപ് വാര്യരുടെ പേര് വരെ അവിടെ കേൾക്കുന്നുണ്ട്, അറിയില്ല. അപ്പോൾ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന, ട്രെൻഡിന് അനുകൂലമായി പോകുന്ന ഒരു വലിയ വോട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിൽ ഏർക്ക് അനുകൂലമാവും ട്രെൻഡ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. പൊതുവെ BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് വരാണ്ട് സാധ്യതയില്ല. കാരണം കേരളം BJP ഭരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏത് ട്രെൻഡാണോ അത് UDFന് അനുകൂലമാണോ LDFന് അനുകൂലമാണോ അല്ലെങ്കിൽ UDFനെതിരാണോ LDFനെതിരാണോ എന്നത് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. ആ ട്രെൻഡിനനുസരിച്ച്, കാരണം മധ്യവർഗം അങ്ങനെയാണ്, മധ്യവർഗം ട്രെൻഡിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്. സ്ഥാനാർത്ഥി അത്ര ഗംഭീരനോ ഒക്കെ ആണെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ അതും ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രവചനമൊന്നും സാധ്യമല്ല, പക്ഷേ സ്ഥാനാർത്ഥിയെ കൂടി ആശ്രയിച്ചായിരിക്കും തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 16 നിന്ന് 21 എത്തുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുകയാണ്. അപ്പോൾ ഇത്തവണ ഒരു മൂന്നാമത് LDF വരണമെന്ന് അവരാഗ്രഹിക്കുന്നു. കോൺഗ്രസിന് ഇനി ഒരു തവണ കൂടി പുറത്തേക്ക് നിൽക്കാനുള്ള സാഹചര്യമില്ല. ഒരു ചില്ലറ സീറ്റുകളെങ്കിലും പിടിക്കണമെന്നൊരു BJPക്ക് ഒരു തോന്നലുണ്ട്. ഇതെല്ലാം കൂടി കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ തവണ 2% വോട്ട് കുറവായിരുന്നു. അത് കൂടാനുള്ള സാധ്യത സ്വാഭാവികമായും ഇത്തവണ ഉണ്ടാകുമല്ലോ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിലുണ്ടാക്കാവുന്ന രാഷ്ട്രീയമായ മാറ്റം, അല്ല, വോട്ടിംഗ് ശതമാനം കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. വോട്ടിംഗ് ശതമാനം കൂടിയേക്കും. തൃശ്ശൂർ ഇത്തവണ SIR നടപ്പാക്കിയപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഒഴിവായി പോയ സ്ഥലം തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ. കാരണം എന്താ വെച്ചാൽ അതിന് പണ്ട് സുരേഷ് ഗോപിക്കെതിരെയും BJPക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് നാളെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതും കുറെ വിവാദങ്ങൾ. SIR രാഹുൽ ഗാന്ധി ഹരിയാനയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത്, കർണാടകയെക്കുറിച്ച് പറഞ്ഞത് ഏതാണ്ട് തൃശ്ശൂരിൽ ഉണ്ട് എന്നൊരു സംഗതി വന്നിട്ടുണ്ട്. പോയ വോട്ടുകളിൽ അധികം BJPയുടെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വോട്ടിംഗ് ഈ SIR കൂടി നമ്മൾ കണക്കാക്കണത് ഒരു ട്രിമ്മിങ് വരും. ഇതിൽ ട്രിമ്മിങ് വന്നു കഴിയുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂടും. കാരണം എന്താ വെച്ചാൽ മരിച്ചവര്, സ്ഥലത്തില്ലാത്തവര്, വോട്ടിംഗ് ഇതുപോലെ പോയവര്, SIRൽ പൗരത്വ പ്രശ്നമുള്ള ആളുകൾ, ഇവരൊക്കെ പോവും. അപ്പോൾ മൊത്തം വോട്ട് കുറയാനാണ് സാധ്യത, എണ്ണം. അങ്ങനെ വരുമ്പോൾ പെർസെൻറ്റേജ് കൂടും. പക്ഷെ ഞാൻ ഈ പെർസെൻറ്റേജിൽ വലിയ വിശ്വാസമില്ല എനിക്ക്. കാരണം വെച്ചാൽ എത്ര വോട്ട് പോൾ ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. നേരത്തെ പറഞ്ഞതുപോലെ ട്രെൻഡ് അനുകൂലമാണെങ്കിൽ ഇവനെ തോൽപ്പിക്കണം. മിക്കവാറും കേരളത്തിൽ എതിർ ട്രെൻഡേ ഉണ്ടാവുള്ളൂ ആർക്കെങ്കിലും. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം അല്ലെങ്കിൽ ഈ പാർട്ടിയെ തോൽപ്പിക്കണം എന്ന് തീരുമാനിച്ച ആളുകൾ വരികയാണെങ്കിൽ പെർസെൻറ്റേജ് കൂടും. അത്ര വലിയ വാശിയൊന്നുമില്ലെങ്കിൽ ആരെങ്കിലും ജയിച്ചോട്ടെ എന്ന മധ്യവർഗ സ്റ്റാൻഡിൽ എത്തുകയാണെങ്കിൽ പെർസെൻറ്റേജും വോട്ടും കുറയാനാണ് സാധ്യത നഗരങ്ങളിൽ. അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അത് ആരെ ബാധിക്കുന്നു ചോദിച്ചാൽ അതും പോളിംഗ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റും. ഈ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ് തൃശ്ശൂർ. ഇപ്പോൾ ഈ 2019 ഈ പറയുന്നത് 2019 ലോക്സഭയിലെ ഈ വോട്ടർമാരുടെ എണ്ണം 2024 1,46,673 പേരുടെ
വർധനമുണ്ടായി. അത് കേരളത്തിലെ ഏറ്റവും അധികം വോട്ടർമാരുടെ വർധന ഉണ്ടായത് തൃശ്ശൂർ ലോക്സഭ മണ്ഡലത്തിൽ. അതാണ് സാർ പറഞ്ഞത്. അതിൽ 75,000 വോട്ട് കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്നാണ് എതിർപക്ഷം പറയുന്നത്. ഇപ്പോ മുരളീധരനും സുനിൽ കുമാറും പറയുന്നത്. പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ പ്രശ്നങ്ങൾ, തൃശ്ശൂർ പൂരത്തിന്റെ പ്രശ്നങ്ങൾ ഒരു വലിയ വിഭാഗം വിശ്വാസികളെ BJPയോട് ചേർത്തിട്ടുണ്ട്. അത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആ സ്ഥാനത്തിൽ. മാത്രമല്ല ഇതിലൊരു കാര്യം, കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് പോയി എന്ന് ഡയറക്റ്റ് പറയാൻ പറ്റില്ല, നമ്മൾ കണക്ക് വെച്ച് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിന്റെ പല മണ്ഡലങ്ങളിലും നോക്കി. ഇപ്പൊ ഒരു ഉദാഹരണം, സുനിൽ കുമാറിന്റെ നാട് അന്തിക്കാടാണ്. അന്തിക്കാട് പോലെയുള്ള CPM CPI നിന്നാൽ കടുക് ചോരാത്ത സ്ഥലങ്ങളാണ്. അവിടെ പല സ്ഥലത്തും സുനിൽ കുമാർ പുറകോട്ട് പോയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലെയുള്ള മണ്ഡലങ്ങളിൽ CPMന്റെ ശക്തി കേന്ദ്രങ്ങളൊന്നാണ്. ഞാനവിടെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ സുനിൽകുമാറിന് വോട്ട് പറഞ്ഞു. സുനിൽകുമാർ വേറെ വോട്ട് പിടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. സുനിൽകുമാറിന്റെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് കുറെ വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ വോട്ട് യഥാർത്ഥത്തിൽ CPM കളഞ്ഞിട്ടുണ്ട്. CPMന്റെ വോട്ട്, അത് CPM മനഃപൂർവ്വം വോട്ട് ചെയ്യുന്നത് ഞാൻ പറയില്ല. ഈ പറഞ്ഞ BJP ആംഗിൾ CPMകാരിൽ വരുന്നത്, പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്ക് അനുകൂലം യങ്സ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല അനുഭവമുണ്ട്. ഞാൻ പറയുന്നത് യങ്സ്റ്റേഴ്സൊക്കെ വലിയ തോതിൽ, എൻ്റെ നാട്ടുകാർ പലരും പഴയ പാർട്ടിക്കാരുടെ കുടുംബക്കാർ പിള്ളേരൊക്കെ പറഞ്ഞത് ഞങ്ങൾ SGക്കാണ് വോട്ടെന്ന്. കാരണം ഇനി അവർ SGക്ക് ചെയ്യില്ല, പക്ഷേ SGക്കാണ് വോട്ട്. ഞാൻ അവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മക്കളെ നീയൊക്കെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച അതിൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ അല്ലെങ്കിൽ ചേട്ടനൊക്കെ, അതൊക്കെ വേറെ കാര്യം, ഞങ്ങൾ തവണ SGക്കാണ്. ആ ഒരു ട്രെൻഡ് അവിടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് അനുകൂലമായി. അത് ഇനി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. അതിലെങ്ങനെയാണ് ഇതിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ നടന്നത് പോലും UDFനാണ് മേൽക്കോയ്മ. 49,226 വോട്ടുകൾ അവർക്ക് ലഭിച്ചപ്പോൾ LDFന് 39,260, NDAക്ക് അത് 25,470. അതായത് ഒരു മേൽക്കോയ്മ, പിന്നെ സാറ് പറഞ്ഞതുപോലെ അത് ഇന്ത്യക്ക് കൈവശം വന്നു. അത് UDFന് അനുകൂലമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം. പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, 57 മുതലുള്ള നമ്മുടെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ആ മണ്ഡലം രൂപീകൃതമായ വർഷം മുതൽക്കുള്ളത് ഞങ്ങൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ വീണ്ടും എടുത്ത് ആവർത്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രേക്ഷകരോടായി ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത്, ABC മലയാളം ഒരിക്കലും ഒരു പ്രവചനത്തിന് മുതിരുന്നില്ല. അത് നടത്തേണ്ടത് നിങ്ങളാണ്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആദ്യം നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് UDFനാണോ LDFനാണോ NDAക്കാണോ മുൻതൂക്കമെന്ന് പ്രവചിക്കാവുന്നതാണ്. എത്രയും വേഗം ആ പ്രവചനത്തിലേക്ക് കടക്കുക. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.